പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം കേട്ടാൽ ഞെട്ടിപ്പോവും. കാരണം നമ്മളൊക്കെ അത്യാവശ്യം വേണ്ടത് സമാധാനമാണ്. ഈ സമാധാനം കിട്ടാനാണ് പ്രാർത്ഥിക്കുന്നത്, സമാധാനം കിട്ടാനാണ് ദേവാലയത്തിൽ പോകുന്നത്, അല്ലേ? എന്നാൽ ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുകയാണ്, ഞാൻ സമാധാനം നൽകാനല്ല വന്നേക്കുന്നത്. ഞാൻ സമാധാനം നൽകുന്നില്ല എന്നല്ല അതിനർത്ഥം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പിന്നെ എന്തു പറ്റണം? സമാധാനം വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഗതി അല്ല എന്നാണ് ഈശോ പറഞ്ഞു തരുന്നത്. സമാധാനം ഉണ്ടാക്കേണ്ടതാണ്, നീ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് സുവിശേഷ ഭാഗ്യങ്ങളിൽ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കൾ എന്നറിയപ്പെടും. നീ ദൈവത്തിൻ്റെ മകനാണോ മകളാണോ, നിനക്ക് സമാധാനം സ്ഥാപിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് ഈശോയിൽ ആശ്രയിച്ച് സമാധാനം സ്ഥാപിച്ചെടുക്കണം. സമാധാനം എങ്ങൊന്നും മേടിച്ചുകൊണ്ട് വരുന്നൊരു സാധനമല്ല, അത് നിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നീ തന്നെയാണ് അതിൻ്റെ കണ്ടുപിടുത്തക്കാരൻ. നിനക്ക് വേണമെങ്കിൽ സമാധാനത്തിലായിരിക്കാം. എന്തെല്ലാം സംഭവിച്ചാലും സമാധാനത്തിലാകാൻ നിനക്ക് തന്നെ സാധിക്കും. നിനക്ക് അസമാധാനമുണ്ടോ, അതിൻ്റെ അർത്ഥവും നീ തന്നെയാണ് കാരണം. അതുകൊണ്ട് ഈ വലിയൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ജീവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.